ജീവനൊക്കെ വിചാരിച്ചാൽ എന്നെ ഡിമ്മാക്കാൻ പറ്റുമോ? ആ, ഞാൻ മിനുവാ. പുലിയാന്ന് പറയുന്നില്ല, മിനു തന്നെ. എന്തുകൊണ്ടും പറഞ്ഞു, പോക്സിയോ കീക്സിയോ കൂക്സിയോ എന്തുകൊണ്ടും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മിനു തന്നെയാണ്. അല്ലാതെ നിങ്ങളെന്ന് ഒരു യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമ്മാക്കാൻ പറ്റില്ല. എൻ്റെ ലക്ഷ്യം വേറെയാണ്. അപ്പൊ കേട്ടല്ലോ പുള്ളിക്കാരിയുടെ ആ ഒരു ഗട്ട്സ്. പോക്സോ വന്നാലും കേക്സോ വന്നാലും ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ഇപ്പോഴും മീനു തന്നെയാണ്, സ്ട്രോങ് ലേഡിയാണ് കേട്ടോ. പക്ഷെ സംഭവം ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് കേട്ടോ, നൈസായിട്ടാണ് പാളിയത്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നല്ലോ, ഒരു 16 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇവർ ചെന്നൈയിൽ സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പരാതികളുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ന്യൂസിൽ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മൾ കേട്ട ഒരു വാർത്ത തന്നെയാണ്. അത് മീനു മുനീറിനെതിരെ ഭയങ്കരമായിട്ട് സംഭവമായിട്ടുള്ള ഒരു വാർത്ത തന്നെ. കാരണം ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം റിലേറ്റീവാണ്. ആ പെൺകുട്ടിയാണ് 16 വയസ്സായിരുന്ന ആ ഒരു പ്രായത്തിൽ അവരെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുപോയി എന്നുള്ളൊരു പരാതി പുറത്തിറങ്ങിയത് കേട്ടോ. അതിനുശേഷം ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഈ ഒരു പെൺകുട്ടി ഫേക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളും എല്ലാം നിരന്തരം ഇവരുടെ FB പോസ്റ്റിൽ ഇവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും അവരുടെ FB പോസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ നിരന്തരം ഇവരെ കുറിച്ച് ആ പെൺകുട്ടി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ ഒരു പെൺകുട്ടിക്കെതിരെ ഇവര് FB പോസ്റ്റ് ഇടുമായിരുന്നു. ഈ പെൺകുട്ടി അതെന്ത് ചെയ്തെന്നറിയാമോ, തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്ത് പോലീസിൽ പരാതി കൊടുത്തു. ഇപ്പം പുള്ളിക്കാരി ആകെ ഒന്ന് പെട്ടിരിക്കുകയാണ്. പോക്സോ കേസാണ് ഇപ്പൊ ചുമത്തിയിരിക്കുന്നത്. പോക്സോ കേസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി. നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധു കൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത്. ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഫൈസലാണ്. ഫൈസൽ പറയൂ. രജനി, മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഏതാനും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസ് എന്ന് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിൽ എത്തിച്ച് പലർക്കും തന്നെ കാഴ്ചവെച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി. ഈ ഒരു പരാതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഈ നടി കാസർഗോഡ് കോടതി കൂടാതെ തന്നെ 13 ജില്ലാ കോടതികളിലും ഒപ്പം തന്നെ കൊച്ചി, ചെന്നൈ ഹൈക്കോടതികളിലും മുൻകൂർ ജാമ്യം. നമുക്കറിയാം, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് മീനു മുനീർ എന്ന് പറയുന്ന ഈ വ്യക്തി പല പ്രമുഖ നടന്മാർക്കെതിരെ രംഗത്ത് വന്നത്. തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. നടന്മാർ മാത്രമല്ല, മന്ത്രിമാർ, അതുപോലെ പ്രമുഖ MLA മാർ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് ഇവര് പറഞ്ഞത്. തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും, മന്ത്രിമാർ രാജിവെക്കും, MLA മാർ നാടുവിടുമെന്നൊക്കെയാണ്. ആകപ്പാടെ 2 സിനിമയിൽ അഭിനയിച്ചു എന്ന് അവകാശപ്പെടുന്നു. അവർ പോലും അവകാശപ്പെടുന്നത് 2 സിനിമയിൽ അഭിനയിച്ചു എന്നാണ്. അവർ പറയുകയാണ്, മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു, 2 മന്ത്രിമാർ പീഡിപ്പിച്ചു, 17 ഭരണകക്ഷി MLA മാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്. ഇത് നിരന്തരം ഇവർ പല ഓൺലൈൻ മീഡിയാസിന് ഇന്റർവ്യൂസ് കൊടുത്ത് അങ്ങനെ ഇതെല്ലാം ജനങ്ങൾ പല വഴികളിലൂടെയാണ് അറിയുന്നത്. ഇന്ന പേരുണ്ട്, ഇന്ന ആളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നടൻ മുകേഷിൽ നിന്ന് തുടങ്ങിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്ര മേനോന്റെ പേര് വരെ അവർ ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്ത പേര് ഉടനെ ഉണ്ടാകും. നമുക്ക് എന്നാലും കരുതിയിരിക്കാം അടുത്ത ആരുടെ പേരാണ് പുറത്തു വരുന്നത്. ഇവരുടെ പല ഇന്റർവ്യൂസ് പോയി നോക്കിയാലും അതിലെല്ലാം ഓരോ പീഡന കഥകൾ തന്നെയാണുള്ളത്. ഈ കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ? അത് ഒരു പ്രാവശ്യം വന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ അങ്ങോട്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണ്, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ്? വർഷം 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ഞാൻ തന്നെ വണ്ടി ഓടിച്ച്, പുള്ളി ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേക്കും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചാൽ നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് എനിക്ക് ഡ്രിങ്ക്സും വേണ്ട, എന്നാൽ നീ അവിടെ മാറിയിരുന്നു.
എന്നോട് മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അവിടെ നേരം ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു. മണിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ സംസാരിച്ചാൽ പോരെ, നമുക്കൊന്ന് കൂടാന്നേ ബാ എന്ന് പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്നാൽ പ്രോഗ്രാമിന് കൊണ്ടുവന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പരിചയപ്പെടുന്നില്ല, പേഴ്സണായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പ്ലീസ് ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞു. ശരി എന്നാൽ. അപ്പോൾ പുള്ളിക്കാരൻ മുഖമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എന്നെ, എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ, ഇങ്ങോട്ടെത്തുമ്പോൾ ജാഫർ കാണിച്ചു തന്നു. അങ്ങോട്ടേപ്പോൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് പഠിച്ചു ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. ഇപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. എന്തായാലും പുള്ളിക്കാരി തനിക്ക് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇപ്പൊ ആ ധൈര്യമൊക്കെ എല്ലാം പോയിട്ടോ. നേരത്തെ സ്ട്രോങ് ആയിട്ട് നിന്ന നമ്മുടെ മീനു മിനിർ ലേഡി ഇപ്പം ഒന്ന് പേടിച്ചു പോയി. പേടിച്ചത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, കാസർഗോഡിലെ ജില്ലാ സെഷൻസ് കോടതിയിൽ പോയി ജാമ്യ ഹർജിക്ക് കൊടുത്തു. പക്ഷെ ആ ഒരു ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇവർ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ഇവരെ ഇതിന്റെ പിന്നിൽ ഇവരെ ആരോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ്, വലിയ വാചകം അടിച്ചുകൊണ്ടാണ് ഇവര് ജാമ്യ ഹർജിക്ക് കൊടുത്തത് തന്നെ. പക്ഷെ ആ ജാമ്യ ഹർജി തള്ളിയിട്ടുണ്ട്. ഇപ്പം പുറത്തു വരുന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഇവരെ തിരക്കി ഇവരുടെ ഫ്ലാറ്റിൽ പോലീസ് എത്തി എന്നാണ് അറിയപ്പെടുന്നത്. പോലീസുകാർ ഇവരുടെ ഫ്ലാറ്റിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ വന്നു എന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ. മിനു മുനീറിനെ അന്വേഷിച്ച് എല്ലാ ദിവസവും അവര് താമസിക്കുന്ന ഫ്ലാറ്റിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഉണ്ടായിരുന്ന ക്രൈം ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അവരെ ഒരാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അവസാനം അന്വേഷണം വന്നു കഴിഞ്ഞപ്പോ ആരായിരുന്നു അത്, അവരുടെ ഒരു പെർമനന്റ് വിസിറ്റർ ആയിരുന്നു. അവരുടെ ഫ്ലാറ്റിൽ പാതിരാത്രികളിൽ BMW ബെൻസിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തോ ഒരു കാരണത്തിന്റെ പുറത്ത് അവരായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ എന്നതാ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. പുള്ളിക്കാരി എന്തായാലും കൊള്ളാം കേട്ടോ. പെർമനന്റ് ആയിട്ട് വരുന്ന ഒരു വിസിറ്റർ തന്നെയായിരുന്നു. അവർക്കെതിരെയാണ് കേസ് കൊടുത്തത്. അവസാനം ഈ പോലീസൊക്കെ വന്ന് ഈ CCTV മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേന് പെർമനന്റ് വിസിറ്റർ ആയിരുന്നുള്ള കാര്യം ഇപ്പൊ പുറത്തായിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും തമ്മിൽ പിണങ്ങിയപ്പോഴാണ് ഈ പുള്ളിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ട് അതാണ് പണി പാളിയത്. ഇപ്പം പോലീസ് വന്ന് അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോ ബിൽഡിങ്ങിന്റെ വിസിറ്റർ ലോഗ് എടുത്തു കഴിഞ്ഞപ്പോ എന്താ കാണുന്നത്, അവരുടെ വിസിറ്റർ അവരെ പല പ്രാവശ്യം വന്നേക്കുന്നു, അവര് താഴെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം CCTV വിഷ്വൽസ് ഉണ്ട്. ഇന്നിപ്പോ സൈബർ സെല്ലിൽ നിന്നും ക്രൈം ബ്രാഞ്ചിൽ നിന്നും ഒക്കെ ആളുകൾ വന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് ഇതിന്റെ എല്ലാം വിഷ്വൽസ് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മിനു മുനീറിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയത് അവര് പറയുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ പേടിയായിരിക്കും ഇവരുടെ വണ്ടിയിൽ കയറാൻ, ഇവരെ വണ്ടിയിൽ കയറ്റാനായിട്ട്. കാരണം നാളെ അവരെയും പീഡിപ്പിച്ചൊന്നും പറഞ്ഞു കൊടുക്കും. അത് ശരിയാട്ടോ. അവര് ഓട്ടോക്കാർക്ക് പോലും ഇവരെ വണ്ടി കയറ്റാൻ പേടിയാണ്. കാരണം നാളെ ഇവരുടെ പേരെങ്ങാനും പറഞ്ഞാൽ പിന്നെ പണി പാളിയില്ല. ഒന്നാമത് അവർ സാധാരണ ആൾക്കാരാണ്. അവർ പാവങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. അവര് വളരെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നാട്ടുകാരെയാണെങ്കിലും നൈബേഴ്സ് ആണെങ്കിലും ആരെയും ഒരു ബഹുമാനവും ഇല്ലാതെ, നമ്മൾ ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ ഇതൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ നാട്ടുകാർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ ഫ്ലാറ്റിലേക്കുള്ള വഴിയിൽ എപ്പോ നോക്കിയാലും മീഡിയ പേഴ്സൺസും മീഡിയ ക്യാമറാസും പോലീസും ബഹളമൊക്കെ ആയിട്ട് സത്യത്തില് ഞങ്ങൾ ഈ നൈബർഹുഡിലുള്ള ആൾക്കാരുടെ സ്വസ്ഥമായ ജീവിതം ഈ സ്ത്രീ തകർത്തേക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരനെയും ഇവര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ സിനിമാക്കാരെ മാത്രമല്ല, ഇവരുടെ ആയിട്ട് സഹകരിച്ചിട്ടുള്ളവരെ മാത്രമല്ല, ഇവരെ കണ്ടുപരിചയം പോലും ഇല്ലാത്തവർക്കും ഇവരൊരു ഉപദ്രവവും. സിനിമാക്കാർക്കും അല്ലെങ്കിൽ പ്രമുഖർക്ക് മാത്രമല്ല, സാധാരണ ആൾക്കാർക്ക് വരെ ഇവരെ കൊണ്ട് ഉപദ്രവം ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്കും പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ നെയ്ബേഴ്സ് എല്ലാവരും. അപ്പൊ പിന്നെ മറ്റുള്ളവരെ കാര്യം പറയണ്ടേ, സാധാരണ ആൾക്കാർ, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഓട്ടോ ഡ്രൈവറിന് പോലും ഇവരെ ഓട്ടോയിൽ കയറ്റാൻ പോലും പേടിയാണ്. നാളെ ഇവരുടെ പേരെങ്ങാനും വിളിച്ച് പറയുന്നുള്ളൂ. അത്രയ്ക്കും പേടിച്ച് കഴിയാണ് ഇവരുടെ ഒരു, എന്നുവെച്ചാൽ പൊറുതി മുട്ടി കഴിയുകയാണെന്നാണ് ഈ ഒരു നെയ്ബറിന്റെ വോയിസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ചേച്ചി നന്നായിട്ട് വെളുക്കാൻ തെച്ചത് പാണ്ടായിപ്പോയി എന്നതുപോലെ ഒരു പ്രവൃത്തിയിലായിപ്പോയി കേട്ടോ നമ്മുടെ മീനു മുനീർ ചേച്ചിയുടെ കാര്യം എന്ന് പറയാൻ. അവര് തൊടുന്നത് എല്ലാം പണി പാളുന്ന കേസാണ്. ഇപ്പൊ ഉടനെ എന്തായാലും അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന കാര്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച്
എന്തായാലും ഇറങ്ങി നടക്കേണ്ടി വരും. ഇനി ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ അത് അവർ പ്രൂവ് ചെയ്യുമായിരിക്കും, അതറിയില്ല. പക്ഷെ എന്തായാലും ചേച്ചിക്ക് നല്ല പണിയാണ് കിട്ടിയത്, നല്ല ഒന്നൊന്നര പണി തന്നെയാണ് കിട്ടിയത്.